ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരുടെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നെങ്കിൽ ആലു ബോണ്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ മഴ സമയമൊക്കെ ആകുമ്പോൾ ചൂടോടെ ചായയോടൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം 5-6 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. അത് എണ്ണ ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ 5-6 പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ 2 സവാള നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒത്തിരി അങ്ങ് നമ്മുടെ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നോട്ട് ആവേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ആണെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു പിടി നമുക്കാണെങ്കിൽ ഇതേ മല്ലിയില അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതും കൂടെ അതിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ്, ഒത്തിരി മാഷറും കൂടെ നമുക്ക് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഓട്ടുന്ന ഭാഗം ഒത്തിരി വെള്ളാംശം കൂടുതലാണെന്ന് പോലെ തോന്നും നമുക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് മാത്രം പൊട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇപ്പം നല്ല മസാലയൊക്കെ റെഡിയാക്കി ലാസ്റ്റ് നോക്കണം ഉപ്പ് പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അത് നന്നായിട്ട് പ്രോപ്പറായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ അല്ലെങ്കിൽ കടായിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകത്തിനാക്കി എടുക്കണം. ഇപ്പോൾ ദേ ഉണ്ട് അതിൻ്റെ കടായിൽ നിന്നൊക്കെ വിട്ട് പാകത്തിനായി വരുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. മസാല നന്നായിട്ട് മിക്സ് ആയെന്ന് അറിയുവാണെങ്കിൽ അപ്പോഴേ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റേജ് ഉപ്പൊക്കെ നോക്കണേ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മളാണെങ്കിൽ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ അന്നേരം ഉപ്പ് നമ്മൾ ഇടുമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഇച്ചിരി മീഡിയം ഉപ്പ് വെച്ചാൽ മതി. അപ്പോൾ നാരങ്ങ നീര് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്കിതിങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും കേട്ടോ. നമുക്കിത് ചെറിയൊരു ഉരുളയാക്കി എടുക്കാനുള്ളതല്ലയോ. അപ്പോൾ ഈ നമുക്കത് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. 1.5 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പം നല്ല പുറത്തെ ലെയർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഒരു മീഡിയം തിക്ക് ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഒത്തിരി ഫ്ലോയി പോലെ ആവല് എന്നാൽ ഒത്തിരി തിക്കാവുകയും ചെയ്യില്ല കേട്ടോ. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. എന്ന് വെച്ചാണെങ്കിൽ നമ്മൾ സ്റ്റഫിങ് നമ്മൾ ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് വറക്കുമ്പോൾ നന്നായിട്ട് മുഴുവൻ കോട്ടായി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ വെക്കാനായിട്ട്. ഇത് എത്രയും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. എന്ന് വെച്ചാൽ നല്ല ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഞാനാണെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റഫിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുള ആക്കിയെടുക്കാം. നാരങ്ങ വലുപ്പത്തിനെക്കാട്ടി ഒരു ഇച്ചിരി കൂടി വലുപ്പത്തിൽ വേണം ഉരുളയാക്കി എടുക്കാനായിട്ട്. അത് എത്രയും പാകത്തിനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേണൊക്കെ നമുക്ക് എല്ലാ ഉരുളയും റെഡിയാക്കി എടുക്കാം. ഒരു സൈഡിൽ ഞാനാണെങ്കിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് വറുത്തൂരി എടുക്കാവുന്നേ ഉള്ളൂ. അതിന് മുന്നേ നമുക്കാണെങ്കിൽ ഈ എണ്ണ ചൂടായിരിക്കുന്നത് അത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ചൂടെണ്ണ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാണെങ്കിൽ പുറത്തുള്ള നല്ല ക്രിസ്പി ആയി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതേ നമുക്ക് നമ്മുടെ മസാലയൊക്കെ ബോൾസ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് ബാറ്റർ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ഏതെങ്കിലും എണ്ണയ്ക്കകത്തിട്ട് വറുത്തൂരി എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. കൈ കൊണ്ട് ചെയ്യുമ്പം നമ്മുടെ വിരലിൻ്റെ ഇത് തൊടുമ്പോഴാണെങ്കിൽ ബാറ്റർ ആ ഭാഗത്ത് ആവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തവിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ കോട്ടായി കിട്ടും. അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഏത് കണക്ക് നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് നമുക്ക് സെക്കൻഡ് ബാച്ചും റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഗ്രീൻ ചട്നി ഇല്ലേ, മിൻറ്റ് ചട്നി, അതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമുക്കാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും പിന്നെ ജീരകം 1/2 ടീസ്പൂൺ പിന്നെ കുറച്ച് 2-3 പച്ചമുളകും പിന്നെ 1-2 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി നമുക്ക് റെഡിയാക്കി കിട്ടും. അതിൻ്റെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാം.
ഞാൻ എപ്പോഴും തണുപ്പ് സമയത്ത് സീസൺ സമയമാകുമ്പോൾ മല്ലിയിലയും പുതിനയിലൊക്കെ ചട്നി റെഡിയാക്കി ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. ഒരു 2-3 ടിന്നകത്താക്കി നിറച്ച് ഞാൻ വെക്കും കേട്ടോ എപ്പോഴും. അപ്പോൾ എൻ്റെ എപ്പോഴും ഫ്രീസറിനകത്ത് സ്റ്റോക്ക് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചട്നി റെഡിയാക്കിയിട്ടില്ല, കുറച്ച് മുളക് വറുത്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. ബൈ ഫ്രണ്ട്സ്.